ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങാം. പാകിസ്ഥാനിൽ സിന്ധ് പ്രൊവിൻസിൽ ഒരു പ്രതിഷേധം. സിന്ധ് പ്രൊവിൻസിൽ അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ സിന്ധ് പ്രൊവിൻസ് സെപ്പറേറ്റ് ആവുന്നത് ഇന്ത്യക്കും ഒരു പാരയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഖാലിസ്ഥാനികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ സിന്ധ്, പഞ്ചാബ് ഈ റീജിയനിലൊക്കെയാണ് കിടന്ന് തിളയ്ക്കുന്നത്. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടുന്ന അവഗണന, പിന്നെ അതേസമയം ഈ പഞ്ചാബിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഈ സിന്ധ് പ്രൊവിൻസിന് അവർ വെള്ളം ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നത്തിന് കാരണം. അപ്പോൾ എന്തായാലും അവർ ഗവൺമെൻറ്റിനോടുള്ള വിയോജിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് പഞ്ചാബികളോടുള്ള വിയോജിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം അവർ നടത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അടുത്തത് നമ്മളുടെ ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു തീവ്രവാദ ആക്രമണത്തിൻ്റെ കണ്ണിയായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി ഒരുത്തനെ കൂടി ഇപ്പോൾ പൊക്കിയിട്ടുണ്ട്, ഒരു ഭീകരനെ കൂടി. NIA ഇന്നലെ JNKയിൽ നടത്തിയ ആ റെയ്ഡിലാണ് ഇയാളെ പിടികൂടിയത്. ഡോക്ടർ ബിലാൽ നസീർ മല്ല എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹിയിൽ റെഡ് ഫോർട്ടിന്റെ മുന്നിൽ പൊട്ടിത്തെറിച്ചില്ലേ, ഒമർ നബി എന്ന് പറഞ്ഞ ആ ഒരു ഭീകരൻ, അവന് വേണ്ടി ഈ പൊട്ടിത്തെറിക്ക് സഹായകരമായിട്ടുള്ള ലോജിസ്റ്റിക്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയത് ഈ ഡോക്ടർ ബിലാൽ ആണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഇയാളെ ഇന്നലെ ബാരാമുള്ള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് JNKയിൽ ഫുൾ റൈഡ് നടത്തി NIA പൊക്കിയെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ അമേരിക്ക ട്രേഡ് നെഗോസിയേഷൻ ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങാണ്. പക്ഷെ അതേസമയം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് നെഗോസിയേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയുമായിട്ട് ചെയ്യുന്ന നെഗോസിയേഷനാണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഇൻ ദ നെഗോസിയേഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നെഗോസിയേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഒരു ടഫായിട്ടുള്ള നെഗോസിയേഷൻ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അമേരിക്ക അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത്. അതുകൊണ്ടാണ് അമേരിക്കയാണ് ഇതിനെ ടഫ് ആക്കുന്നത്, ഇന്ത്യയല്ല ടഫ് ആക്കുന്നത്. ഇന്ത്യക്ക് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ട് പോളിസി ഉണ്ട്. അമേരിക്കയുടെ മുന്നിൽ പല രാജ്യങ്ങളും പോയിട്ട് മുട്ടുകുത്തി നിന്നിട്ട് ഓക്കെ നിങ്ങളുടെ എന്ത് സാധനങ്ങളും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അഗ്രികൾച്ചർ മേഖലയിൽ ഇന്ത്യ വളരെയധികം കർശനമായിട്ടുള്ള ചില പോളിസികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും അവരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ അവർക്ക് അത്ര എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നെഗോസിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണോ യഥാർത്ഥത്തിൽ നെഗോസിയേഷനിൽ അമേരിക്ക നേരിട്ട പ്രശ്നം, ആ ഒരു കാതലായ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഈ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. ഇത് തന്നെയാണ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന യഥാർത്ഥ റീസൺ. ഏതാണ് ഈ ട്രേഡ് നെഗോസിയേഷനിൽ നമുക്ക് വന്ന പ്രശ്നത്തിൽ ഒന്നായിരുന്നു ഈ ട്രേഡ് നെഗോസിയേഷനിൽ ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയം നമ്മൾ ആവർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയായതാണ്, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാടും ശരിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനിൽ എത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും പീയൂഷ് ഗോയൽ, നമ്മളുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് മാത്രമല്ല ഇസ്രായേലുമായിട്ടും ഓസ്ട്രേലിയയുമായിട്ടും നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ നെഗോഷിയേറ്റ് ചെയ്യട്ടെ. പ്രത്യേകിച്ചും അമേരിക്കയുമായിട്ടുള്ള ഒരു ഡീൽ ഏത് രീതിയിൽ വരുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ. ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈനും യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നിട്ട് ഒരു പീസ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച പോയിന്റുകളൊക്കെ ഉക്രൈനിലെ സെലൻസ്കി വായിച്ചു പോലും നോക്കിയില്ല എന്നുള്ള കമൻ്റൊക്കെ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഡൊണാൾഡ് ട്രംപ് കമൻറ്റും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മുന്നോട്ട് വെക്കുന്ന സമാധാന ചർച്ചയെക്കുറിച്ചുള്ള പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പോലും വായിച്ചു നോക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് കരുതേണ്ടത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതും അതിനെക്കുറിച്ചുള്ള അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതും. അതിനെ തുടർന്ന് ഇപ്പം ഉക്രൈൻ ഒരു 5-6 പോയിന്റുകൾ എഴുതി US ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ ആ പോയിന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ മാത്രം ഞാനിവിടെ പറയാം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാ പോയിന്റുകളും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ ആവശ്യങ്ങളെല്ലാം എല്ലാ കാലത്തും ഒരേ രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലിപ്പം വളരെ നിർണായകമായിട്ടുള്ള 2-3 കോമഡി പോയിന്റുകളാണ് ഇപ്പം ഇതിനകത്ത് സെലൻസ്കി പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, എനർജി ഇൻഫ്രാസ്ട്രക്ചറുടെ മേളിൽ ആക്രമണം നടത്താൻ പാടില്ല. ആര്? റഷ്യ. ഇത് ആര് കേൾക്കും? റഷ്യ കേൾക്കുമോ? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഉക്രൈൻ്റെ കയ്യിലും വലിയ രീതിയിലുള്ള മിസൈലുകളൊക്കെ ഉണ്ട്. നെപ്റ്റ്യൂൺ, ഫ്ലെമിംഗോ പോലത്തെ മിസൈലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഇനി 50-60 മിസൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അയക്കുന്നുവെങ്കിൽ ഞങ്ങളും മിസൈലുകൾ അയക്കും എന്നുള്ളൊരു സൂചന കൂടി ഇതിനകത്ത് ഉക്രൈൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കൊറിയൻ സ്റ്റൈലിലുള്ള ഒരു ബോർഡർ റെസൊല്യൂഷൻ വേണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. ഈ കൊറിയൻ മാതൃക എന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ അവരുടെ ഇടയിൽ നല്ല രീതിയിൽ കമ്പിവേലിയിട്ട് ഒരു ചുമര് പോലെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബഫർ സോൺ ഉണ്ട്. അപ്പോൾ ആ ബഫർ സോണിൽ ശരിക്കും UN പീസ് കീപ്പിംഗ് മിഷൻ അഥവാ UN സെക്യൂരിറ്റി വാച്ച് ഡോഗ് ഉണ്ട്.
അപ്പോൾ അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം അതേ മാതൃകയിൽ ഡിസ്പ്യൂട്ടഡ് ലാൻഡുകൾക്ക് ഈ കൊറിയൻ മാതൃകയിൽ ഒരു സുരക്ഷ വേണമെന്നുള്ള ഒരു ആവശ്യം അവർ ഈ പോയിന്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതായത് റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ വരുന്ന ആ ബഫർ സോൺ ഏരിയ അഥവാ ഡിസ്പ്യൂട്ടഡ് ലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഏരിയയിൽ മൊത്തം UN നേതൃത്വത്തിലുള്ള വാച്ച് ഡോഗ്സ് വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഉക്രൈൻ. അതിലുപരിയായിട്ട് ഈ വിഷയത്തിൽ അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടിയും കൂടി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതും വെറുതെ സെക്യൂരിറ്റി ഗ്യാരണ്ടി, ജസ്റ്റ് ട്രംപ് വാക്കാൽ പറയുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി അല്ല. അമേരിക്കൻ കോൺഗ്രസ്സിൽ റെസൊല്യൂഷനായിട്ട് എഴുതി അവിടെ പാസ്സാക്കിക്കൊണ്ടുള്ള അമേരിക്കൻ കോൺഗ്രസ് സെനറ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം എന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. ഇത് നിലവിലെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി പോളിസി അനുസരിച്ച് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് അവർ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്ത മൂന്നാമതൊരു റിക്വസ്റ്റ് ഉക്രൈൻ വെക്കുന്നത്, ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിലെ മെമ്പർഷിപ്പ് വേണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഹംഗറിയിലെ വിക്ടർ ഓർബൻ ആണ്. അപ്പൊ ഈ വിക്ടർ ഓർബൻ ഞങ്ങളെ തടയരുത്, ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വരാൻ പാടില്ല എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി വെക്കുന്നുണ്ട്. അതിപ്പോൾ അമേരിക്ക എന്ത് ചെയ്യാനാണ്? യൂറോപ്യൻ യൂണിയൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ അവകാശത്തിനെ മാനിച്ചുകൊണ്ട് വേണമല്ലോ അവിടെ പോകാൻ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് ഒരു റെഫറൻഡമോ അല്ലെങ്കിൽ ഒരു വോട്ടിങ്ങോ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഉക്രൈന് യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങ് പബ്ലിഷ് ചെയ്താൽ പോരെ, കാര്യം തീരും. അപ്പോൾ ഇതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സെലൻസ്കി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അമേരിക്കയുടെ സഹായം കൂടി വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ബ്ലാക്ക് റോക്ക് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് ഉക്രൈന് വേണം. എന്നാൽ അതിന് ഉക്രൈൻ പറയുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഷ്യൻ ഫ്രോസൺ ഫണ്ട് ഉണ്ടല്ലോ, ആ റഷ്യൻ ഫ്രോസൺ ഫണ്ടിനെ എടുത്ത് ഗ്യാരണ്ടി ആക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക 400 ബില്യൺ ഉക്രൈന് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അത് ബ്ലാക്ക് റോക്ക് സംഘടന ആയാലും ശരി തന്നെ, ഏതെങ്കിലും അമേരിക്കൻ കമ്പനി ആയാലും ശരി തന്നെ, അവർ ഓക്കെയാണ്. കാരണം അമേരിക്കൻ കമ്പനിയെ കൊണ്ട് അവിടെ റീബിൽഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്ലാൻ. പ്രത്യേകിച്ച് ട്രംപിന്റെ കുടുംബക്കാർ നയിക്കുന്ന ഏതെങ്കിലും കമ്പനി ആയിരിക്കും അവിടെ പോയി റീബിൽഡിങ്ങിന് പോകുന്നത്. അപ്പം ഗാസയിൽ എന്തായാലും ഇതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അവിടെ ഏതാണ്ട് ടോണി ബ്ലെയറിന്റെ പ്ലാൻ അവിടെ നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷെ അതേ സാഹചര്യത്തിൽ ഇവിടെ ഉക്രൈന്റെ ഉള്ളിലെങ്കിലും റീബിൽഡിങ്ങിനുള്ള ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളതാണ് അമേരിക്ക നോക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് അമേരിക്കൻ എഞ്ചിനീയർമാരെയും ടെക്നീഷ്യൻസിനെയൊക്കെ കൊണ്ടുവന്ന് ജോലി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും 400 ബില്യൺ എമൗണ്ട് വേണം. അതും അതിന് ഗ്യാരണ്ടി ആയിട്ട് ഉക്രൈൻ ഒന്നും കൊടുക്കില്ല. റഷ്യയുടെ ഫ്രീസ്ഡ് ഫണ്ടായിട്ടുള്ള ആ ഫണ്ടിനെ ഗ്യാരണ്ടി ആയിട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ തരണം എന്നുള്ളതാണ് ഉക്രൈന്റെ ഒരു കോമഡി. റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആ റെസൊല്യൂഷൻസിൽ എവിടെയും തന്നെ ഈ ഒരു ഫ്രീസ്ഡ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റും അവിടെ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ $100 ബില്യൺ ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ പറയുന്നുള്ളൂ. അതും തന്നെ റഷ്യയുടെ ഫണ്ടൊന്നും എടുക്കാൻ പാടില്ല. അതിൽ കൂടുതൽ എമൗണ്ട് യൂറോപ്പ് അവരുടെ സ്വമേധയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് റഷ്യൻ ഫണ്ടിനെ ഗ്യാരണ്ടി ആയിട്ട് വെച്ചുകൊണ്ട് ഉക്രൈന്റെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് അമേരിക്ക എടുത്ത് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഇത് നടക്കുമെന്ന് നമുക്കറിയില്ല. ഈ പോയിന്റുകളെല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ ഉക്രൈൻ എഴുതി കൊണ്ടുപോകുന്ന പോയിന്റുകൾ ഒന്നുപോലും റഷ്യയും അമേരിക്കയും അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലുപരിയായിട്ട് ക്രിസ്മസിന് മുമ്പേ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കണം, ആ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള നിലയിലാണ് അമേരിക്കയുടെ റിക്വസ്റ്റ് ഉക്രൈൻ്റെ അടുത്ത്. അപ്പൊ അതിനെതിരെ സെലൻസ്കി പറഞ്ഞിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉക്രൈൻ്റെ ടെറിട്ടറിയെ റഷ്യക്ക് കൊടുക്കുന്നതാണോ, അതാണോ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു ക്ലിയർ കട്ട് ചോദ്യം. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് ചോദിച്ചിട്ടുണ്ട് സെലൻസ്കി അമേരിക്കയുടെ അടുത്ത്. അതായത് ഈ ഉക്രൈൻ്റെ ഈസ്റ്റേൺ ഉക്രൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ മൊത്തം റഷ്യക്ക് കൊടുത്തുകൊണ്ടാണല്ലോ അമേരിക്ക ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതാണോ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നുള്ള ചോദ്യമാണ് സെലൻസ്കി ഉന്നയിക്കുന്നത്. ഇതിനുള്ള ഉത്തരം അമേരിക്ക ഇനി എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ആണ്. ശരിക്കും യൂറോപ്പും അമേരിക്കയും തമ്മിൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കലഹിക്കുന്ന ഒരു രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക് പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ വരെ അമേരിക്കയെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ഭയങ്കരമായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നേരെ മലക്കം പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ അതേ മാർഗം തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് റെഫ്യൂജികൾ അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങൾക്ക് അമേരിക്കയുടെ പോളിസി തന്നെയാണ് ഞങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നത് എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അവിടെ ജർമ്മനിക്കുള്ളിൽ AFD എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. അതായത് ജർമ്മനി ഫോർ ജർമൻസ് എന്നുള്ള രീതിയിലുള്ള സ്ലോഗനുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ഒരു ജർമ്മൻ പാർട്ടിയാണ് AFD.
ഈ AFD നിലവിൽ AFD തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഏതാണ്ട് 10-26ഓളം സീറ്റ് അവർക്കുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അത്ര സീറ്റൊന്നുമില്ല. ഇവരൊക്കെ കൂട്ടുകക്ഷി ഭരണമാണ് അവിടെ നടത്തുന്നത്. അപ്പം ഈ ഒരു AFD പാർട്ടിയുടെ അതേ സിദ്ധാന്തം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് ജനപിന്തുണ നേടാമെന്നുള്ള നിലയിൽ ശരിക്കും ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മെർസ് ഫ്രെഡറിക് ജർമ്മൻ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇത് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതായത് മെർസ് ഫ്രെഡറിക് ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം തെളിയിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്നലെ അമേരിക്ക എതിർത്ത് സംസാരിക്കും, ഇന്ന് അമേരിക്ക അനുകൂലിച്ച് സംസാരിക്കും, നാളെ വേണമെങ്കിൽ വേറെ ഒരു വിഷയത്തിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയും. ആ രീതിയിലുള്ള പല വ്യത്യസ്ത തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ജർമ്മൻ ചാൻസലർ മെർസ് ഫ്രെഡറിക്. ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണ് ഇപ്പൊ ഇച്ചിരി ചൈനീസ് സ്നേഹം പിടികൂടിയിട്ടുണ്ട്. അതിപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചൈന വിസിറ്റ് ചെയ്ത് മടങ്ങിയതിനു ശേഷം ഇപ്പൊ പുള്ളിക്കാരൻ യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് ഫിനാൻഷ്യലി ഭയങ്കര വീക്കായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് നമ്മൾ കരുതേണ്ടത് ചൈനയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈനയുമായിട്ട് പുള്ളിക്കാരൻ ഈ രീതിയിൽ അടുക്കും എന്നുള്ളത് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് മാക്രോന്റെ പൊളിറ്റിക്കൽ ആശയപരമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയോടുള്ള വിദ്വേഷം, അമേരിക്കക്കെതിരെ നിലപാടെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ചിന്തിക്കുമ്പോഴത്തേക്കും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചൈനയുമായിട്ട് ഒന്ന് കൈകോർക്കുന്നതാണ് എന്തുകൊണ്ടും ഒരു ബാലൻസ്ഡ് ജിയോ പൊളിറ്റിക്സ് കൊണ്ടുപോകുന്നതിന് വളരെ സഹായകരമാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചൈനയുമായിട്ട് പോയി കൈകൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പ്രൈം മിനിസ്റ്റർ മോദി ചൈനയുമായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു. ഇപ്പൊ യൂറോപ്പിൽ നിന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, യൂറോപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ, അയാളും ഇപ്പം ഷീ ജിൻപിങ്ങുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരാളെ മാത്രം പ്രതിയാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ പലരും ചൈനയുമായിട്ട് നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചില അജണ്ടകളൊക്കെ ഇവിടെ വാർത്തയാക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇപ്പം മിക്ക നേതാക്കളും ഇപ്പം ചൈനയുമായിട്ട് കൈകോർത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതാണ് സാഹചര്യം. ഇതൊക്കെ ജിയോ പൊളിറ്റിക്സിൽ അപ്പോഴെപ്പോഴും മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. അത് ആ രീതിക്ക് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതിൽ കൂടുതൽ വാല്യൂ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പം ചൈനയുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ചൈനയുമായിട്ട് ചേർന്ന് യൂറോപ്പ് ഒരിക്കലും അത്ര ഡീപ്പ് ലെവലിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ചൈനയ്ക്ക് യൂറോപ്പിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള ടെക്നോളജി ഇൻഡസ്ട്രിയിൽ യൂറോപ്പിന്റെ ഉള്ളിൽ വലിയ സ്വാധീനമുണ്ട്. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൽ യൂറോപ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ചൈന കാരണം തകർന്നത് യൂറോപ്പിലെ ബിസിനസ്സാണ്. ശരിക്കും യൂറോപ്പിലെ വെഹിക്കിൾ മാനുഫാക്ചറിങ് മൊത്തത്തിൽ തകിടം മറിച്ചത് ചൈനയാണ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കംപ്ലീറ്റ് തകിടം മറിച്ചത് ചൈനയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു വിദ്വേഷം വൈരാഗ്യം എല്ലാം ചൈനയുടെ അടുത്തുണ്ട് അവർക്ക്. അപ്പം അതിൽ അവർ ചൈനയെ എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനേ അവർ ശ്രമിക്കത്തുള്ളൂ. അതിലുപരിയായിട്ട് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് പാർട്ണറായിട്ട് ചൈനയെ ഒരിക്കലും യൂറോപ്പിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക ചൈനയെ എതിർക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചൈന എടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചൈനയുടെ ഈസ്റ്റ് ഏഷ്യൻ സൈഡിലുള്ള ബിസിനസ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ആ ഒരു ഈസ്റ്റ് ഏഷ്യൻ സൈഡിലുള്ള ഒരു എക്സ്പോർട്ടാണ് ശരിക്കും ചൈനയെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കുറേ വാർത്തകൾ കൂടി ഉണ്ട്. എന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി തായ്ലാൻഡ് കംബോഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡെവലപ്മെന്റുകളുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.